നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ മിന്നും കളിയാണ് ബ്രസീൽ കളിച്ചത്. ഇരട്ട ഗോളുകളാണ് റോഡ്രിഗോയുടെ വക. കളിക്ക് ശേഷം റോഡ്രിഗോ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം കടന്നു പോയത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനുകളിലൂടെയായിരുന്നു. ഇപ്പോൾ ഇരട്ട ഗോളുകൾ അദ്ദേഹത്തിന് നൽകുന്നൊരാശ്വാസം വളരെ വലുതാണ്. റോഡ്രിഗോയുടെ കളിക്ക് ശേഷമുള്ള വാക്കുകളിലേക്ക് നമ്മളത് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ ബുദ്ധിമുട്ടേറിയ ഘട്ടത്തിലൂടെയാണ് കടന്നു പോയത്, പക്ഷേ ഇപ്പോൾ ഞാനൊരു പുതിയ വ്യക്തിയായി മാറിയിട്ടുണ്ട്, ഒരു പുതിയ പ്ലെയറായി മാറിയിട്ടുണ്ട്. എനിക്കെല്ലാവരുടെ മുന്നിലും പ്രൂവ് ചെയ്യണം, കളിക്കളത്തിൽ പ്രൂവ് ചെയ്യണം. ഞാനിപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ഒരു ഗോളുകളിൽ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട 2 ഗോളുകളാണ്. ഐ ഫീൽ ഹാപ്പി ഓൺ ദി ഫീൽഡ് എന്നാണ് ഇപ്പോൾ റോഡ്രിഗോ പറയുന്നത്. കളിക്കളത്തിൽ താനിപ്പോൾ ഹാപ്പിയാണ് എന്ന് തന്നെ റോഡ്രിഗോ തുറന്നു പറയുന്നു. ഏതായാലും റോഡ്രിഗോയാണ് ഇപ്പം 2026 വേൾഡ് കപ്പ് സൈക്കിളിൽ ബ്രസീലിൻ്റെ ടോപ്പ് സ്കോറർ. എന്ന് പറഞ്ഞാൽ 2022 വേൾഡ് കപ്പ് കഴിഞ്ഞ് അടുത്ത വേൾഡ് കപ്പിനുള്ള ഈ ഒരു സൈക്കിളിൽ ഏറ്റവും അധികം ഗോളുകൾ അവർക്ക് വേണ്ടി നേടിയിട്ടുള്ളത് റോഡ്രിഗോയാണ്. 22 മത്സരങ്ങൾ കളിച്ച റോഡ്രിഗോ 8 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. 221 മിനിറ്റുകളിൽ 1 ഗോൾ എന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് വരുന്നത്. 60% ബിഗ് ചാൻസുകളുടെ കൺവേർഷൻ റേറ്റ്. 5 ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. 26 കീ പാസുകൾ അദ്ദേഹം കൊടുത്തു. 27 സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങുകൾ നടത്തി. 93 ഡ്യുവൽസ് വിൻ ചെയ്തു. മോശമല്ലാത്തൊരു പ്രകടനം എന്നേ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഏതായാലും അദ്ദേഹം തൻ്റെ ഫോം തിരികെ പിടിക്കുന്നു എന്നുള്ളത് ബ്രസീലിന് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. പിന്നെ ആഞ്ചലോട്ടിക്ക് അറിയാം റോഡ്രിഗോയെയും വിനിയെയും ഒക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത്. ഇപ്പോൾ ആഞ്ചലോട്ടി വന്നതിന് ശേഷം വിനിയുടെ കാര്യത്തിലുണ്ടാകുന്ന മാറ്റവും നമ്മൾ കാണുന്നുണ്ടല്ലോ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.